എൻ്റെ നൊസ്റ്റാൾജിയിൽ പെടുന്ന മറ്റൊരു മധുരപലഹാരമാണ് ഡയമണ്ട് കട്ട്സ്. എന്നെപ്പോലെ വേറെ ആർക്കൊക്കെ ഉണ്ട് ഡയമണ്ട് കട്ട്സിൻ്റെ നൊസ്റ്റാൾജിയ? ഒന്ന് പറയണേ. ഏതായാലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. 1 കപ്പ് മൈദ, ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഏതിലാണോ ഫ്രൈ ചെയ്യുന്നത് അതേ ഓയിൽ തന്നെ യൂസ് ചെയ്യാം. ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം പോലെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ പാകത്തിന് തന്നെ കുഴച്ചാൽ മതി. ഒരുപാട് ലൂസും ആവണ്ട, ഒരുപാട് ടൈറ്റും ആവണ്ട. കുഴയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ആയി കഴിയുമ്പോൾ ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യമേ കൈ ഉപയോഗിച്ചാൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഒരു ഫോർക്ക് ഉപയോഗിച്ചത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി വേണ്ടി വരും. 1/2 കപ്പ് ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടില്ല. ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഓയിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. സുഖമായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു പാകത്തിന് കുഴച്ചാൽ മതി. ഇനി ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് പരത്താം. 10 മിനിറ്റ് അല്ല, അരമണിക്കൂറായിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കല്ലിലൊരല്പം പൊടി തൂവിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കുക. 3-4 ഉരുളകളാക്കാം. പണ്ടത്തെ അമ്മമാരൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്ത് വെച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അത്രയ്ക്കൊന്നും സമയമില്ലാത്ത ഇന്നത്തെ ആൾക്കാർക്ക് ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കാം. സ്വാദിന് സ്വാദുമായി, നമുക്ക് നാടൻ പലഹാരം കഴിച്ച ഒരു ഫീലുമായി. ഇതൊന്നും നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടില്ല. ഒരല്പം പൊടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പരത്താൻ ആവശ്യത്തിനുള്ള പൊടി. ഇനി ഓരോ ഉരുളയും നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്താം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തിന്നായി പോകരുത്, ഒരുപാട് തിക്കുമാവണ്ട. സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെയാണോ പരത്തുന്നത് അതേ രീതിയിൽ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് പരത്താൻ പറ്റും. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരെണ്ണം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയത്. ഇനി ഇത് നമുക്ക് ഡയമണ്ട് ഷേപ്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഈ സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കളയാനല്ല, ഇത് നമുക്ക് അടുത്ത പോർഷൻ്റെ കൂടെ ഉപയോഗിക്കാം. ഇനി ഇതുപോലൊരു കത്തി കൊണ്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഡയമണ്ട് ഷേപ്സിൽ വരച്ചെടുക്കുക. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായോ എന്നറിയാനായിട്ടൊരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായെന്നർത്ഥം. ഇനി നമുക്ക് ഈ ഓരോ ഡയമണ്ട് പീസസും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക. കണ്ടോ, നല്ലപോലെ പൊള്ളി വരുന്നുണ്ട്. ഇത് ചെയ്യാനും വളരെ രസകരമായൊരു കാര്യമാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ നിൽക്കും. അവരിതൊക്കെ കണ്ടുപഠിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളുടെ ഒരു വലിയ ഗുണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മളിതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ. അത് ഫ്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റൊരെണ്ണം പരത്തി വയ്ക്കുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അടുത്തത് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതും ഇതുപോലെ നമുക്ക് ഡയമണ്ട് പീസസ് ആക്കി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം.
അമ്മമാർ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളും എന്നെപ്പോലെ കാത്തു നിന്നിട്ടുണ്ടാവില്ലേ ഒന്ന് റെഡിയാവാൻ വേണ്ടി. ഇത് ഫ്രൈ ചെയ്യുന്ന ഒരു മണം അടിക്കുമ്പോഴൊക്കെ എന്തൊരു സുഖമാണ്. ഇത് ഷുഗർ കോട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് തീർന്നിട്ടുണ്ടാവും. അതൊക്കെ ഒരു രസമായിരുന്നു അല്ലേ. അങ്ങനെ മുഴുവൻ ഡയമണ്ട്സും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കിയാൽ മതി. പെട്ടെന്ന് തന്നെയാവും, വളരെ ഈസിയാണ്. ഒരു കട്ടിയുള്ള പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് തിളപ്പിക്കാം. ഇത് ഒരു നൂൽ പാവ് കഴിഞ്ഞ് ഒരല്പം കൂടി ആവണം. അപ്പോൾ സമയമെടുക്കും, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്താൽ സ്വാദ് ഇരട്ടിയാവും, നല്ല മണവും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പഞ്ചസാര തിളച്ച് കൊഴുത്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഒരു നൂൽ പാവമായോന്ന്. കറക്റ്റ് ഒരു നൂൽ പാവമായി. ഇനിയും ഒരല്പം കൂടെ ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇതിൻ്റെ കളറ് മാറി നല്ല വൈറ്റായി വരും. അധികം സമയം എടുക്കില്ല. ആ സമയത്ത് നമുക്ക് ഈ ഡയമണ്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ശരിക്കും ഡബിൾ സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോ ഡയമണ്ട് പീസിലും ഷുഗർ കോട്ടായി വരട്ടെ. പെട്ടെന്ന് തന്നെ റെഡിയാവും. ക്രിസ്മസ് ഒന്നും പോവില്ല. എക്സസ് പഞ്ചസാര ഉണ്ടെങ്കിൽ അത് അടിയിൽ കിടക്കും. ഞാനിപ്പോൾ എടുത്ത പഞ്ചസാര കറക്റ്റാണ്. ഇത്രയും മതി. കണ്ടോ? അങ്ങനെ നമ്മുടെ ഷുഗർ കോട്ടഡ് ഡയമണ്ട് കട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം ഒന്ന് സ്വാദ് നോക്കാം. നിങ്ങളെ ഞാൻ ആ ശബ്ദവും കേൾപ്പിക്കാം. നല്ല കറുമുറയായിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കൂ, ആസ്വദിച്ച് കഴിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.